ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബോയുടെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം വേണ്ടത് ഈ രണ്ട് ടൈപ്പ് വരുന്ന റിബൺ ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് വരുന്ന റിബണിൻ്റെ നീളം എന്ന് പറയുന്നത് 22 സെൻറ്റിമീറ്ററും ചെറിയ സൈസ് വരുന്ന റിബണിൻ്റെ നീളം എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്ററാണ്. പിന്നെ ഞാനിവിടെ കൈത്തുന്നലാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് സൂചിയും നൂലും വേണം, പിന്നെ B6ൻ്റെ ഗ്ലൂ വേണം, പിന്നെ ഈ ഒരു കളർ അതായത് ബ്ലാക്ക് കളറിലുള്ള നമ്മൾ സാറ്റിൻ ബോയും വേണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വൈറ്റ് ലേസ് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു രീതിയിൽ മടക്കണം. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മടക്കിയ ഭാഗത്ത് നമുക്ക് മടക്കിയതിൻ്റെ ഒരു അടയാളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ആ മടക്കിയതിൻ്റെ ആ ഒരു അടയാളം അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലോട്ട് നമ്മൾ ബാക്കിയുള്ള രണ്ട് സൈഡ് ഇത് കാണുന്ന പോലെ വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ മടക്കി വെച്ചിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതായത് ഞാൻ കൈ വെച്ചിരിക്കുന്ന ഭാഗത്തിൽ നമുക്ക് തുന്നി കൊടുക്കണം. നമുക്ക് മെഷീൻ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ എളുപ്പം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, മെഷീൻ ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈത്തുന്നൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിവിടെ തുന്നിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കൈ വെച്ചിട്ട് അകത്തോട്ടൊന്ന് മടക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സൈഡിൽ വരുന്ന രണ്ടറ്റത്തും വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ റിബൺ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് തുന്നിയില്ലെങ്കിൽ ഇതിങ്ങനെ വിട്ട് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് തുന്നി കൊടുക്കണം. ഞാൻ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ 2 പ്രാവശ്യം ഒന്ന് തുന്നി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നൂലൊന്ന് റൗണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഒന്ന് 2 തുന്നലും കൂടെ ചെയ്ത് ഇതുപോലെ സെക്യൂറായിട്ട് അവിടെ ഇരുന്നോളും കേട്ടോ. അത് ഇളകിയൊന്നും വരത്തില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സെയിം പ്രൊസീജിയറാണ് ഈ ഒരു ചെറിയ റിബണിൽ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ മടക്കണം. അപ്പോൾ മടക്കുമ്പോൾ ഈ ഒരു അടയാളം വരും. ആ ഒരു ഭാഗത്തേക്ക് ബാക്കിയുള്ള 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് തുന്നണം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ തുന്നിയെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സെയിം ചെയ്ത പോലെ തന്നെ കൈ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ ഒരു നടുക്ക് ഭാഗത്തായിട്ട് തുന്നി കൊടുക്കണം. മെഷീനിലാണെങ്കിൽ ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ. പക്ഷേ എനിക്കിപ്പം മെഷീൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത് ഈ തുന്നലിലാണ് കേട്ടോ. അതായത് കൈത്തുന്നൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 2 നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ വൈറ്റ് റിബണിൻ്റെ മുകളിൽ ഈ ഒരു ചെറിയ റിബൺ ഒന്ന് വെച്ച് കൊടുക്കാം. ഏകദേശം നടുഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ് റിബൺ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തുന്നി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചെറിയ റിബൺ എടുത്തിട്ട് 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നടുവിൽ കൂടെ സ്റ്റിച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നടുവിൽ കൂടി ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം തുന്നി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. അതിനുശേഷം നമ്മുടെ ആ ഒരു റിബണിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സാറ്റിൻ പോലിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ പശ ഒന്ന് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കുവാണ്. അപ്പം നമ്മുടെ ബോയ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ മക്കൾക്കും അതുപോലെ നമുക്കിതൊരു വരുമാന മാർഗ്ഗമായിട്ടും എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.